ഹായ് മക്കൾസ്, വെൽക്കം ടു ജുപോട്ട്. ഇറ്റ്സ് മീ അസ്ലം. മക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ആസിഡ് ബേസ് സാൾട്ടിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ആസിഡും ബേസും സാൾട്ടും. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ആസിഡും ബേസിൻ്റെ പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ അവരുടെ നമ്മളെ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ സെറ്റല്ലേ, ഉഷാറല്ലേ? അപ്പോൾ ആ ചാപ്റ്ററിൽ പറയുന്ന അവരുടെ ഫീച്ചേഴ്സ് നമുക്ക് എന്താ, അവരുടെ ഡിഫറൻസ് നമുക്കൊന്ന് പഠിച്ചു പോവാം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരെയും ബാക്കിൻ്റെ ലൈക്ക് ചെയ്യ് ആൻഡ് ജോയിൻ എജുപോട്ട്. മക്കളെ നോക്കാം. എടാ, ആസിഡും ബേസുകളും എൻ്റെ മക്കൾക്കറിയാം, ആസിഡും ബേസുകളും കൂടിയിട്ടാണ് ലവണങ്ങൾ ഉണ്ടാവാന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ആസിഡിൻ്റെ പ്രത്യേകതകളും ബേസുകളുടെ പ്രത്യേകതകളും നമ്മളെ വ്യത്യാസം നമുക്ക് നോക്കാം. എടാ, മെയിൻ കോമ്പോണൻ്റ് ഓഫ് ആസിഡ് ഈസ് ഹൈഡ്രജൻ. മക്കളെ, എല്ലാ ആസിഡുകളുടെയും പൊതു ഘടകം എന്ന് പറഞ്ഞത് എന്താടാ, ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ആസിഡിലും ആരുണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും. എല്ലാ ആസിഡിൻ്റെയും പൊതു ഘടകമായിട്ട് ഹൈഡ്രജൻ ഉണ്ടാവും. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ്. ഇവരുടെയൊക്കെ ഫസ്റ്റ് ലെറ്റർ നോക്കിയാൽ അവർക്കൊക്കെ എന്താണ് പൊതുഘടകം, എന്താണ്, ഹൈഡ്രജൻ ആണ്. ഓക്കെ, പിന്നെ എന്നാൽ ബേസുകൾക്കോ മെയിൻ കോമ്പോണൻ്റ് ഈസ് OH. ഇവരുടെയൊക്കെ മെയിൻ കോമ്പോണൻ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ പൊതു ഘടകം എന്ന് പറയുന്നത് OH ആണ്. അതായത് OH എന്ന് പറയുമ്പോൾ ലാസ്റ്റിക്കാരം വരും. അപ്പോൾ NaOH. OH എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ ആലോചിക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോക്സൈഡ്. എന്താണ് വിളിക്കുക, ഹൈഡ്രോക്സൈഡ്. അപ്പോൾ എൻ്റെ മക്കളൊന്ന് കൂട്ടി വായിച്ചേ, സോഡിയം ഹൈഡ്രോക്സൈഡ്. എന്താണ് വായിക്കുക, സോഡിയം ഹൈഡ്രോക്സൈഡ്. അവിടെ പൊട്ടാസ്യമാണ് വരുന്നെങ്കിലോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വായിക്കും. അപ്പോൾ ആസിഡിൻ്റെ മെയിൻ കോമ്പോണൻ്റ് എന്ന് പറഞ്ഞത് ഹൈഡ്രജൻ ആണ്. എന്നാൽ ബേസുകളുടെ പൊതുഘടകം എന്ന് പറഞ്ഞത് ആരാടാ, OH ആണ്. അതാണ് മെയിനായിട്ടുള്ള ഫീച്ചർ. അതെൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. പിന്നെന്താടാ, ആസിഡ് ആർ സോർ ടേസ്റ്റ്. അതായത് ആസിഡുകൾക്കൊക്കെ എന്ത് രുചിയാണ്, പുളിരുചിയുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ പുളിങ്ങ, അല്ലെങ്കിൽ ഓർക്കാപ്പുളി, അല്ലെങ്കിൽ നമ്മളെ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഓറഞ്ച്, അതുപോലെ തന്നെ പുളിയിൽ അടങ്ങിയിട്ടുള്ളതാണ് ടാർട്ടാറിക് ആസിഡ്. അപ്പോൾ അതൊക്കെ എന്ത് ടേസ്റ്റാടാ, പുളിരുചിയാണ് അല്ലേ? അപ്പോൾ ആസിഡുകൾക്കൊക്കെ ഏത് രുചിയാടാ, പുളിരുചിയാണ്. എന്നാൽ ബേസുകൾക്കൊക്കെ എന്ത് ടേസ്റ്റാണ്, ആൽക്കലൈൻ ടേസ്റ്റ്. അതായത് കാരരുചി എന്ന് പറയും. കാരരുചി എന്ന് പറയുമ്പോൾ ആൽക്കലി രുചി അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ഒരു സോപ്പി ടേസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു കാര രുചി ആയിരിക്കും, അല്ലെങ്കിൽ ആൽക്കലൻ ടേസ്റ്റ് ആയിരിക്കും ആർക്കുണ്ടാവുക, ബേസുകൾക്ക് ഉണ്ടാവുക. ക്ലിയർ അല്ലേടാ? അപ്പോൾ പുളിരുചി ഉള്ളതാണ് ആസിഡ്, കാരരുചി അല്ലെങ്കിൽ ആൽക്കലൈൻ ടേസ്റ്റ് ഉള്ളതാണ് ആര്, ബേസുകൾ. എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. നെക്സ്റ്റ് ആടാ, നിങ്ങൾക്കറിയാം ആസിഡാണോ ബേസിക് ആണോ നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതെല്ലാ ആസിഡും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ തന്നെ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ് ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ്, അവരെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല. അപ്പോൾ സിട്രിക് ആസിഡ്, അതുപോലെ തന്നെ മാലിക് ആസിഡൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ തന്നെ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ നമ്മൾ ആസിഡ് ആണോ ബേസിക് ആണോ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാറുണ്ട്. ഏത് പേപ്പറാടാ, ലിറ്റ്മസ് പേപ്പർ. അത് നമ്മൾ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ലിറ്റ്മസ് ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ലിറ്റ്മസ് ഉണ്ടടാ, റെഡ് ലിറ്റ്മസ് ഉണ്ട്. നമ്മൾ ആസിഡിലേക്ക് ബ്ലൂ ലിറ്റ്മസ് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിലോട്ട് മാറും, റെഡ് ലിറ്റ്മസിലേക്ക് മാറും. എന്നാൽ ബേസസിൽ റെഡ് ലിറ്റ്മസ് വെച്ചാൽ അത് എന്തിലോട്ട് മാറും, ബ്ലൂവിലോട്ട് മാറും. അപ്പോൾ സാറേ, ഞങ്ങൾ ഇവിടെ ബ്ലൂ വെച്ചാൽ അത് ബ്ലൂ ആവുമോ? ബ്ലൂ വെച്ചാൽ അത് ബ്ലൂ തന്നെ ഇക്കാരം, അതിൽ ചേഞ്ച് ഉണ്ടാവില്ല. എന്നാൽ റെഡ് വെച്ചാൽ അതെന്താവും, ബ്ലൂ ആവും. ആസിഡിൽ ബ്ലൂ വെച്ചാൽ റെഡ് ആവും, എന്നാൽ റെഡ് വെച്ചാൽ എന്തെന്നെ ഇക്കാരം, റെഡ് ഇക്കാരം, കളർ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ മക്കളെ, ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആസിഡ് എന്ന് പറയുന്നത് ഡേഞ്ചർ അല്ലേ? ഡേഞ്ചർ ആയിട്ടുള്ള ആസിഡിൻ്റെ തുള്ളി നമ്മുടെ ശരീരത്തിലായിക്കഴിഞ്ഞാൽ ബ്ലഡ് കാണൂലേ? അപ്പോൾ ഒരുപാട് ആസിഡുകളുടെ തുള്ളി എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇനി കൂടുതൽ കൺഫ്യൂഷൻ ആണെങ്കിൽ ആസിഡ് എന്ന് പറയുന്നത് ഡേഞ്ചറാണ്. എടാ, ഡേഞ്ചറിൻ്റെ കളർ എന്താ, റെഡ് അല്ലേ? അങ്ങനെ റെഡിലോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ബ്ലൂവിൽ നിന്നും റെഡിലോട്ട് പോവുകയാണെങ്കിൽ റെഡ് കാണിക്കുന്നുണ്ടോ, അവൻ ഡേഞ്ചറാണ്. അവൻ ഏത് നേച്ചറാണ്, അസിഡിക് നേച്ചറാണ്, അല്ലെങ്കിൽ ആസിഡ് ഗുണം കാണിക്കുന്നു. എന്നാൽ ബേസ് അത്ര പ്രശ്നക്കാരനല്ല. ഇവിടെ നമുക്ക് ഇവിടെ റെഡ് ആണെങ്കിൽ ഇവിടെ റെഡിൽ നിന്ന് എന്ത് കിട്ടുകയാണ്, ബ്ലൂ ആണ്. അത് നമുക്ക് മാറാതിരിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ബാറ് നാലിച്ചാൽ മതി. ഇവിടെ എന്താടാ, ബേസ് എന്താണ്, റെഡാണ്. ബാറ് ബേസ് എന്താണ്, റെഡാണ്. ഇനി റെഡ് എന്തിലോട്ടാ പോവാ, ബ്ലൂവിലോട്ടാണ്. ക്ലിയർ അല്ലേടാ? മറക്കരുത്. സെറ്റല്ലേ? അപ്പോൾ ഇതാണ് ആസിഡും ബേസും തമ്മിലുള്ള വ്യത്യാസം. ഇത് നന്നായിട്ട് പഠിച്ചു പോവുക. ആസിഡിൻ്റെ മെയിൻ കോമ്പോണൻറ്റ് ഹൈഡ്രജൻ ആണ്, ബേസിക്കിൻ്റെ മെയിൻ കോമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ OH ആണ്. ഇനി സാൾട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ എക്സാമിന് വന്നിട്ടുണ്ട്. സാൾട്ട് കാണാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാടാ. എടാ, ആസിഡും ബേസും കൂടിയിട്ടാണ് നമുക്ക് സാൾട്ട് കിട്ടുക. ഇതൊരു ആസിഡാണ്, ഇതെന്താടാ, ഒരു ബേസാണ്. ഈ ആസിഡും ബേസും കൂടി ചേർന്നാൽ നമുക്ക് സാൾട്ടും കിട്ടും, അതുപോലെ തന്നെ എന്തും കിട്ടുക, വാട്ടറും കിട്ടും. അപ്പോൾ എൻ്റെ മക്കളെന്ന് പറഞ്ഞേ, വെൻ ആസിഡ് ആൻഡ് ബേസസ് ആർ റിയാക്ട് വിത്ത് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. ആസിഡും ബേസും കൂടി ചേർന്നാൽ നമുക്ക് എന്തൊക്കെ കിട്ടുടാ, ലവണവും കിട്ടും, അതുപോലെ തന്നെ ജലവും കിട്ടും.
ഓക്കെ, എന്നാൽ മക്കളെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് pH ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് ആദ്യം പുറത്താക്കേണ്ടത് വെള്ളത്തിനെയാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. നോക്കിക്കോട്ടെടാ, ഇവിടുന്ന് ഒരു OH ഇവിടുന്ന് ഒരു H ഇവ രണ്ടു പേരൊന്ന് കൂട്ടി വെക്കടാ. ഇവിടുത്തെ H ഇവിടുത്തെ H H2. ഓക്കെ, പിന്നെ ആരാള് O. അപ്പം എന്താ വായിക്കുക? H2O. അപ്പോൾ HHO ഒന്ന് പറഞ്ഞ മക്കളെ, HHO. അപ്പം എന്താ വായിക്കുക? H2O. അപ്പോൾ H2O പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ ബാക്കി ഉണ്ടാവുക? Na ഉണ്ടാവും, Cl ഉണ്ടാവും. അപ്പൊ അവരെ കൂട്ടി നോക്കിയടാ. അപ്പൊ എന്താ കിട്ടുക? NaCl. ക്ലിയർ അല്ലേടാ? ഇനി മനസ്സിലാവാത്തവർക്ക് അടുത്ത ക്വസ്റ്റ്യൻ തരാം. എടാ മക്കളെ, ആദ്യം കണ്ടോ ഇതിൽ KOH ഉണ്ട്, അതുപോലെ തന്നെ ആരാടാ? HCl ഉണ്ട്. ഒരു കാര്യം ജസ്റ്റ് ഇവിടുന്ന് മാറിപ്പോയതാണ്. ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എന്താടാ? NaOH എന്ന് പറഞ്ഞാൽ ബേസിക് നേച്ചറും അതുപോലെ തന്നെ HCl എന്ന് പറഞ്ഞാൽ അസിഡിക് നേച്ചറുമാണ്. മക്കളെ, ബേസിക്കും ആസിഡും കൂടി കൂടിയാൽ നമുക്ക് എന്തൊക്കെ കിട്ടുമടാ? സാൾട്ടും കിട്ടും, അതുപോലെ തന്നെ എന്തും കിട്ടുമടാ? വാട്ടറും കിട്ടും. അപ്പം എൻ്റെ മക്കൾ പറഞ്ഞേ, വെൻ ബേസിക് ആൻഡ് ആസിഡ് റിയാക്ട് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. ബേസിക്കും അതുപോലെ തന്നെ ആസിഡും കൂടി കൂടിച്ചേർന്നാൽ നമുക്ക് സാൾട്ടും കിട്ടും, എന്തും കിട്ടുമടാ? വാട്ടറും കിട്ടും. അപ്പം നമുക്ക് നോക്കിയാലടാ, ഇതുപോലെ ഇക്വേഷൻസ് തന്ന മക്കൾ എന്ത് ചെയ്യരുത്? പേടിക്കരുത്, കൺഫ്യൂഷൻ ആവരുത്. ഇതുപോലെ ഇക്വേഷൻസ് വന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പം എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഇവിടുന്ന് ഒരു OH ഇവിടുത്തെ H-നും കൂടി ആദ്യം പുറത്തേക്ക് ഇടുക. അപ്പം ഒന്ന് പറഞ്ഞേടാ, ഇവിടുത്തെ H എത്ര H-ന്? ഇവിടെ ഒരു H, ഇവിടെ ഒരു H. അപ്പം H അപ്പം HHO ഒന്ന് വായിച്ചേ, HHO. അപ്പം 2 H ആവുമ്പോൾ എന്താ വായിക്കുക? H2. പിന്നെ ആരാള്? O. അപ്പം ഒന്ന് കൂട്ടി വായിച്ചേടാ, H2O. എടാ H2O പോയി. അതിൻ്റെ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് HCl-ന്റെ H-ഉം ബേസിക്കിൻ്റെ OH-ഉം കൂടി ആദ്യം എടുത്ത് പുറത്തേക്ക് ഇടുക. പിന്നെ ആരാ ബാക്കി ഉണ്ടാവുക? ഒന്ന് പറഞ്ഞേടാ, ഇവിടുത്തെ Naയും ഇവിടുത്തെ Cl-ഉം. അപ്പം ഒന്ന് കൂട്ടി വായിച്ചേടാ, NaCl. NaCl എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ്. അപ്പം നമുക്ക് സോഡിയം ക്ലോറൈഡ് എന്ന സാൾട്ട് കിട്ടി, പ്ലസ് എന്തും കിട്ടിയടാ? വാട്ടറും കിട്ടി. അങ്ങനെയാണെങ്കിൽ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ എൻ്റെ മക്കൾക്ക് കിട്ടൂലേ? നോക്കടാ, പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന ബേസിക് നേച്ചറുള്ള ഒരു ആളുണ്ട് അല്ലേ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. പിന്നെ ആരാളുള്ള? HCl. HCl എന്ന് പറയുമ്പോൾ ഏത് നേച്ചറാണ്? ആസിഡ് നേച്ചറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സാൾട്ടും കിട്ടണം, വാട്ടറും കിട്ടണം. അപ്പോൾ ആദ്യം നമുക്ക് വാട്ടർ ഉണ്ടാക്കി വെക്കുക. ആരാണ് ഇതിൽ വാട്ടർ? ആരാ വാട്ടർ? ആദ്യം ഇതിൽ ഇവിടുത്തെ H എടുക്കുക, പിന്നെ ഇവിടുത്തെ OH എടുക്കുക. അപ്പം ഒന്ന് കൂട്ടി വായിച്ചേടാ, ഇവിടുത്തെ H-ഉം ഇവിടുത്തെ O-യും. അപ്പം ഒന്ന് കൂട്ടി വായിച്ചേ, HHO എന്ന് പറയുമ്പോൾ ആരാടാ? H2O അല്ലേ? H2O പുറത്തേക്ക് പോയി. ഇനി ആരാടാ ബാക്കിയുള്ളത്? ഇനി അവിടെ ബാക്കിയുള്ളത് K ഉണ്ട്, Cl ഉണ്ട്. അപ്പോൾ അവരെ കൂട്ടിയാൽ എന്താടാ കിട്ടുക? KCl എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സാൾട്ടാണ്. അപ്പോൾ നമുക്ക് സാൾട്ടും കിട്ടി, അതുപോലെ തന്നെ എന്തും കിട്ടിയടാ? വാട്ടറും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ നൈട്രിക് ആസിഡും തമ്മിൽ കൂടിച്ചേർന്നാൽ കിട്ടുന്ന സാൾട്ട് അതുപോലെ തന്നെ വാട്ടർ കിട്ടും. എൻ്റെ ചോദ്യം, ഇവിടെ കിട്ടുന്ന സാൾട്ടിൻ്റെ പേരെന്താന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫോളോ എജുപോഡ് ആൻഡ് സി യു നെക്സ്റ്റ് video.